ഇതെന്താ ഇവിടെ ആരെയും കാണാത്തത്? ആരും ഇതുവരെ ഓഫീസിലെത്തിയില്ലേ? അല്ലെങ്കിൽ ഒറ്റ എണ്ണത്തിന് ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. ശരിയാക്കി കൊടുക്കാം. എന്തിനു ചെല്ലിഞ്ഞാലും കൊടുത്ത് ഇവിടെ ഇട്ടിരിക്കണം നമ്മള്. ഞാനൊരു സായിപ്പിന് ഞാനൊരു ഇംഗ്ലീഷുകാരന് കൊടുത്തിട്ടുണ്ട് റിപ്ലൈ. 10 പഠിക്കുന്ന പിള്ളേർ ഇതിനെക്കാളും മെനക്ക് ഇംഗ്ലീഷ് സംസാരിക്കും. 10 പഠിക്കുന്ന പിള്ളേർ താമസിച്ചു. ഇതെന്താ എല്ലാം കൂടി ഇതിനകത്ത്? ഇത് പിന്നെ ഞങ്ങളുടെ ഓഫീസല്ലേ, അപ്പൊ പിന്നെ നമ്മൾ വേറെ എവിടെ തന്നിരിക്കണം. അല്ല, ആന്റിക്ക് അകത്ത് കയറിയിരിക്കണേ ഞങ്ങൾ വേണമെങ്കിൽ പുറത്തു പോട്ടെ. ഓ വേണമെന്നില്ല, ഇപ്പൊ നിങ്ങളെല്ലാം കൂടി ഇരിക്കുകയല്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, എന്റെ മടിയിലിരുത്താനോ? വിളിച്ചങ്ങ് കേറ്റിക്കോണം. ആന്റി മാഡം നല്ല കലിപ്പ് മോഡിലാണല്ലോ, ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കലിപ്പ് കാണും. ഇവിടുത്തെ സർവാധിപത്യം ആയിരുന്നില്ലേ, അത് ഒറ്റ ദിവസം കൊണ്ട് നശിച്ചേണ്ട കലിപ്പാണ്. നമ്മളെ പഴയത് ഓർമ്മ വന്നു. അതൊന്നും പറയാൻ നിൽക്കണ്ട. ഈ കൊടുക്കേണ്ട കൊട്ടൊക്കെ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ ഈ തള്ള തലേ കയറി നിരങ്ങും. ശരിയാ. അല്ല, നമ്മുടെ അടുത്ത പരിപാടി എന്താ? എന്തോ പരിപാടി? എന്താ പരിപാടി എന്നോ? മാഡത്തിന് നമുക്കൊരു 8ന്റെ പണി കൊടുക്കണ്ടേ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം. ഇത്ര ഭാരിച്ച ചിന്തകളൊന്നും നമ്മുടെ പിള്ളേരെ തലയിൽ വേണ്ട. നിനക്കൊക്കെ തന്നിട്ടുള്ള പണി ആദ്യം പോയിരുന്നു ചെയ്യോ. അല്ല, ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യും. ഒരു കോപ്പും വേണ്ട, ഇറങ്ങി പോരുണ്ട്. ഇപ്പൊ ധാരാളം പണി വേറെ ഉണ്ടല്ലോ. വിളിക്കണേ. ഞാൻ സാഹിബിന് കൊടുത്ത റിപ്ലൈ നിന്റെ അടുത്താണ് പറയണത്. ഇംഗ്ലീഷ് അറിഞ്ഞൂടാതെ ഒരാൾക്ക് നീ ഒരു റിപ്ലൈ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ആർക്ക് റിപ്ലൈ ഇടാൻ പറ്റില്ല. ഈ സംഭവം ഇവർ രണ്ടുപേരും നമ്മളകത്ത് കയറ്റാൻ വേണ്ടി കുറെ ശ്രമിച്ചെങ്കിലും രണ്ടിനെ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തണമാണ് നല്ലത്. അയ്യോ, എപ്പോഴാണ് തിരിച്ചിട്ട് കൊത്തണെന്ന് പറയാൻ ഉറപ്പാണ്. ഇതിനെ നമ്പാനേ പറ്റില്ല. എടാ, നമ്മൾ എങ്ങനെ വിളങ്ങൂടാ ഇവള് മരടിച്ചിട്ട്. ഇനി എനിക്ക് അകത്തേക്ക് വരാവോ? അയ്യോ, അതെന്താ ആന്റി അങ്ങനെ? ഇത് ആന്റിയുടെ കൂടെ ഓഫീസല്ലേ? ആയിരുന്നോ? എനിക്കെന്നാ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ആളിയാ, നമ്മള് വന്നത് ആന്റിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ വേണ്ടി. അത് ശരിയാണോ? അതെ. നീയൊക്കെ എന്തൊക്കെ കളി കളിച്ചിട്ടാണ് ഇതിനകത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പന്മാര് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അമ്മമാരെ സോപ്പിട്ട് അങ്ങനെ വലിഞ്ഞു കയറിയതല്ലേ നീയൊക്കെ. ആന്റി എന്തൊക്കെയാണ് ഈ പറയണത്? സത്യമായി നമ്മളത് ചെയ്തിട്ടില്ല ആന്റി, ചെയ്തിട്ടില്ല. നീയൊക്കെ എന്നെ കൂടുതൽ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. ഇതിന്റെയൊക്കെ അപ്പുറത്തെ കളി കളിച്ചിട്ട് തന്നെയാ ഈ മേരി ഇവിടം വരെയൊക്കെ എത്തിയിരിക്കുന്നത്. അയ്യോ, എനിക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആന്റി, നമ്മൾ പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല. നിന്റെയൊക്കെ അമ്മച്ചിമാര് എന്റെ മുന്നിൽ പൂച്ചയെ പോലാണ് നിൽക്കുന്നെങ്കിലും രണ്ടെണ്ണത്തിനും എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ അവസരം മുതലെടുക്കാനല്ലേ നീയൊക്കെ ഇപ്പൊ ഈ കിടന്ന് നോക്കുന്നത്. ആയിക്കോട്ടെ, നിന്റെയൊക്കെ അപ്പന്മാര് പറഞ്ഞത് ഒരു തവണ ഞാൻ കേട്ടെന്ന് വിചാരിച്ചേ എല്ലായ്പ്പോഴും അത് നടന്നുകൊള്ളണമെന്നൊന്നുമില്ല. അയ്യോ, അങ്ങനെ ആവരുതെന്നാണ് ആന്റി ഞാൻ പറയണത്. ആന്റി എങ്ങനെയാണോ ഇത്രയും കാലം വരുന്നത് അങ്ങനെ തന്നെ ഇരിക്കണം, അങ്ങനെ തന്നെ തുടരണം. അതാണ് നമ്മുടെ ആഗ്രഹം. സത്യം. ആന്റി എക്കാലത്ത് ഞങ്ങളും ഞങ്ങളുടെ അപ്പന്മാരും ആന്റിക്ക് അടിമകളായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കും. പോരെ? നീക്ക് കൂടുതൽ ഊതല്ലേ. നിന്റെയൊക്കെ ഈ അമിത സന്തോഷം എന്തിന്റെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെയൊക്കെ ഈ അഹങ്കാരം നിർത്താനുള്ള വഴിയെല്ലാം ഈ മേരിക്കറിയാം. നീ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ. കുറിച്ചിട്ട് സംഭവം തള്ള രണ്ടും കൽപ്പിച്ചുള്ള വരമാണ്. സൂക്ഷിക്കണം നമ്മൾ. പിന്നെ എഴുതി പോയാൻ പറയാം. എത്ര കാലം എവരെയും വേണ്ടി നമ്മൾ ഇവിടെ ഇരിക്കും. മീനു, നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് പാരയായിട്ട് വരുമോ എന്നൊരു സംശയം എനിക്കും അത് തോന്നുന്നുണ്ട്. അല്ല, ഇവന്മാരെ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഉള്ള മനസ്സമാധാനം പോവുകയും ചെയ്തു. ഇവന്മാരാണെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടേ നിർത്തുന്നുള്ളൂ. ശ്രദ്ധിച്ചോ? നമ്മളിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ അത്ര മോശമായിരിക്കും. എന്തനുഭവം? ഈ തിക്താനുഭവം, മോശപ്പെട്ട അനുഭവം
നമ്മളിനി വിശ്വസിക്കാൻ പറ്റുമോ അവർക്ക് ഉറപ്പുണ്ടാവില്ലല്ലോ. അതെന്താ വിശ്വസിച്ചാല് ഇവന്മാരെ തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കാനുള്ള ചരട് മുഴുവൻ വലിച്ച് നമ്മളല്ലേ. അതെ, പക്ഷെ ആ ചരട് വലിച്ചത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ, ആ ശൂർപ്പണകനെ ഒതുക്കാൻ വേണ്ടിയല്ലേ. അത് അവർക്കും കൃത്യമായിട്ട് അറിയാം. നമ്മളിനി വീണ്ടും പാലം വലിക്കുമെന്ന് അവർക്ക് പേടിയുണ്ടാവും. അതൊരാവശ്യമില്ലാത്ത പേടിയാണ് കേട്ടോ. അത് നമുക്ക് മാത്രം തോന്നിയാ പോരല്ലോ. നീ വെയിറ്റ് ചെയ്യ്, അവർക്ക് ബുദ്ധി ഉദിക്കുമെന്ന് നോക്കാം. മീനു, ഇനി അവർക്കെങ്ങാനും നല്ല ബുദ്ധി ഉദിച്ചില്ലെങ്കിലും നമ്മൾ എന്നത്തെയും പോലെ പ്ലാൻ ബി എടുക്കേണ്ടി വരും. പ്ലാൻ ബി. ചായക്ക് ഇച്ചിരി കൂടെ പഞ്ചസാര വേണമായിരുന്നല്ലേ. വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ഉറപ്പിക്കണം കേട്ടോ. കുറെ പുതിയ സാധനമൊക്കെ. ഇവരെന്താടി ഇവിടെ? അയ്യോ, ഇനി വല്ലതും അറിഞ്ഞിട്ട് വന്നായിരിക്കോ? എടി, എന്ത് വന്നാലും പല്ല് പോലെ നിൽക്കണം. പേടിക്കരുതട്ടോ, എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതിരുന്നാ മതി. എടി, നോക്കി പേടിപ്പിക്കണം. എങ്ങോട്ടാ നീ ഒന്ന് തിരിച്ചു പോണേ? എന്ത് പറ്റി മേഡം? വല്ല ഫയല് വല്ലതാണെങ്കിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. നിർത്തോ ഈ അഭിനയം? അയ്യോ, അഭിനയോ? അതിന് ഞങ്ങള് അഭിനയിച്ചില്ലല്ലോ. ആ ടോമിയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതേ നിന്റെയൊക്കെ കൈകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരിന്നലെ ഓഫീസിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ പോലും അറിഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആ ഞങ്ങളുടെ എന്ത് കൈ ഉണ്ടാവാനാ മേഡം. പിന്നെ മാത്രല്ല, അത്രയും ഓൾഡൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേക്ക് കൊണ്ട് രക്ഷപ്പെട്ടു ഈ ബിസിനൊക്കെ. നീയൊക്കെ അവന്മാരെ കൊണ്ടുവരാൻ സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇപ്പോഴത്തെ കാര്യം. എനിക്ക് ഈ ഓഫീസ് പഴയ പോലെ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. അതാണിപ്പോൾ എൻ്റെ പ്രയോറിറ്റി. കൊണ്ടുവരാം മാം. ഞങ്ങളുടെ എല്ലാ പിന്തുണ അതിനുണ്ടാവും അല്ലേ? നിങ്ങൾ കുറെ സപ്പോർട്ട് ചെയ്യും, അത് ഞാൻ കുറെ കണ്ടതാണല്ലോ. എന്നാൽ ഇത്തവണ എനിക്ക് നിന്നെയൊക്കെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. മനസ്സിലായില്ല മാഡം, എന്താ ഉദ്ദേശിച്ചത്? ഈ ഓഫീസിലെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ പോവാ. ഞാൻ ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാൻ. അയാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും. അതിനെനിക്ക് നിന്റെയൊക്കെ സപ്പോർട്ട് ആവശ്യം. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? മനസ്സിലായി മേഡം. കൂടെ നിൽക്കാം, ഉറപ്പായും കൂടെ നിൽക്കാം. ശരി. അല്ല മാഡം, ആരാ വരുന്നേന്ന് പറഞ്ഞില്ലല്ലോ. അത് വന്നു കഴിയും പറഞ്ഞാൽ മതി. എന്തൊരു പട്ടി ഷോയാണിത്. ഈ ബിൽഡപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, വല്ലതും നടക്കും. ഇതിനൊരു ആളെ ആസാക്കുന്ന പോലത്തെ വർത്താനം പറഞ്ഞിട്ട് പോകുന്നേ തള്ള. ഇടി, ഇതിപ്പോ പുതിയൊരു കഥാപാത്രം അതാണ് ഉദ്ദേശിച്ചത്. ആ സാധനത്തിന് ഇറക്കുമതി ചെയ്യാന്ന് പറയുമ്പോ എന്തോ ദുരുദ്ദേശമുണ്ട്. ചിലപ്പോ നമ്മുടെ ടോമിക്കിട്ടും നല്ല പണി കൊടുക്കാനായിരിക്കും. ഈ പണി സൈഡ് പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമെന്നും കൂടെ എനിക്കൊരു സംശയമുണ്ട്. ആ വാ വെച്ചൊന്നും മിണ്ടാതിരിക്കാവോ? എപ്പോ നോക്കിയാലും ഇങ്ങനത്തെ വർത്താനല്ല പറഞ്ഞിട്ട്. ഒരു 2 ആഴ്ച ഇവിടെ നിന്ന് മാറി നിന്നിരുന്നു. സകല കാര്യങ്ങൾ തല കുത്തനായിട്ട് വെച്ചിട്ടുണ്ട്. 2 കൂടെ തല കുത്തനെ. നമ്മളെ ഭാഗത്ത് തെറ്റുണ്ട്. ഇട്ടെറിഞ്ഞിട്ട് ഓടിയപ്പോഴേ നമ്മളെ ഓഫീസാണ് അവർ തൊലയ്ക്കാൻ പോകണമെന്നുള്ള ബോധം നമുക്ക് വേണമായിരുന്നു. ഇതിപ്പോ കുറെ ദിവസത്തെ പണി ഉണ്ടല്ലോ ഇത്. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേ വേണം, അതല്ലേ പ്രശ്നം. അത് തന്നെ. എന്ത് പ്രശ്നം? അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ പണി പെട്ടെന്ന് തീർക്കാം. പണി തീർക്കുന്ന കാര്യമല്ല പറയാം. നിങ്ങൾക്ക് പണി തീർക്കേണ്ട പരിചയം വരെ അതിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വന്നത്. മനസ്സിലായില്ല എന്ത് പണി? ആ മേരി മേഡം നിങ്ങൾക്ക് എന്തോ പണി തരാൻ വേണ്ടി അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് ടെൻഷനൊന്നുമില്ലേ? ഏവളുമാർക്ക് നമ്മളെ കുടുംബത്തിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ അത്ഭുതമൊക്കെ. എടി, ഈ എതിരെ നിൽക്കുന്ന സ്വന്തം തന്തയാണെങ്കിൽ വെട്ടി വീഴ്ത്താനുള്ള പ്ലാൻ എടുക്കുന്ന ടീംസാണ് ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. കാരണം നമ്മളെല്ലാം കണ്ടു ശീലിച്ചത് ഇതാ. അതൊക്കെ പോട്ടെ, എന്താണ് പദ്ധതി എന്ന് വല്ല ധാരണ ഉണ്ടോ? അങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ എന്തോ ഒരു കഥാപാത്രത്തെ ഇറക്കാൻ പോകുന്നുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം അവർക്കത് വരില്ല. ഒരു കഥാപാത്രത്തെ ഇറക്കുന്നുണ്ട്. ഈ കഥാപാത്രം വരുമ്പോ
നമ്മുടെ ഓഫീസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമ്പോ മേരി മാഡത്തിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു? നിക്കാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സംശയം. സ്വാഭാവികം. ഇനി നിങ്ങൾ അങ്ങനെ നിന്നാലും നമുക്കൊരു ചുക്കുമില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് നമ്മളിപ്പോ രണ്ടാമത് വന്നത്. എന്നാലും ആരായിരിക്കും വരുന്നത്? കൊച്ചെ അത് കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരുമ്പോ അറിയാലോ. ആ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇവിടെ വന്നിരുന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്യും. അതെ, നമ്മൾ ഇവിടെ നിന്ന് പോയ സമയത്ത് മേരി ആന്റി എല്ലാം കൂടെ വാരി വലിച്ച് കൊലച്ച് ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. നീയൊക്കെ കൃത്യമായിട്ട് ഡേറ്റ നോക്കി എൻട്രി ചെയ്ത് സിസ്റ്റത്തിൽ വെച്ചോളാം. ഞങ്ങളിപ്പോ അതെ, ഞങ്ങൾക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാൻ ഇത് പറ്റത്തില്ല. ആ പണിയെല്ലാം ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം. അതെ കേട്ടോ? അയ്യോ, ഇതെങ്ങനെ ശരിയാവും? അതങ്ങനെ ശരിയാവും. ധൈര്യമായിട്ട് ചെയ്തോ. ഓക്കെ ചെയ്തോ. എന്റെ ചേർന്ന് ഇരിക്കരുത്, ഇവിടെ ഇരിക്കണം. ഈ വഴി വരണ്ടായിരുന്നു. സത്യം, ഇതിപ്പോ വേലിക്കിരുന്ന പാമ്പിനടുത്ത് ഓളെ വെച്ചോലായി പോയല്ലോ. സഹായിക്കാൻ വന്നത് ഇതെല്ലാം കൂടി ഇനി ശരിയാക്കി കൊടുത്തില്ല എന്നാ പിന്നെ അടുത്ത പണി വരും. ശരിയാക്കല്ലേ? എന്താ ആന്റി ഇവിടെ? ഇതെനിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ? ഓ, ഇരിക്കാം, നിക്കാം, ഇവിടെ കൂടെ രണ്ടു കൊണ്ട് ഓടാം. ആന്റിയുടെ സഹോദരന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ അവരെ മക്കൾ നമ്മളുണ്ടാക്കിയ ഓഫീസാണ്. അവിടെ ആന്റിക്കാണല്ലോ അവകാശം. വലിയ വിശാല മനസ്സ്. വളരെ നന്ദി. കുറെ നേരമായിട്ട് ഇരിക്കണം തോന്നുന്നു. ആരെങ്കിലും വരാനുണ്ട്? അതേപോലെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പാമ്പ് സ്മെല്ല്. ഒരാള് വരാനുണ്ടെന്ന് കൂട്ടിക്കോ. ആര്? ഏതോ വള്ളി ഉറപ്പ്. അതിലൊരു മനസ്സില്ല. തൊണ്ടേ കുരുങ്ങിയ ലൂസി, എന്റെ അമ്മ ലൂസി. അപ്പൊ മറന്നിട്ടില്ലല്ലോ അല്ലേ? എങ്ങനെ മറക്കാൻ പറ്റും? എന്താണ് ടോമി, സുഖല്ലേ? ആ ജോമി, എന്തൊക്കെയാണ് വിശേഷം? ഇനിയാണല്ലോ ഇവിടെ വിശേഷമൊക്കെ തുടങ്ങാൻ പോണതല്ലേ? അപ്പൊ രണ്ടാൾക്കും അറിയാം ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ ആരെയോ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം നിന്നെന്ന് മനസ്സിലായല്ലോ രണ്ടാൾക്കും. ഒന്ന് വഴിമാറി തരാമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയേനെ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മള് മൂഞ്ചിക്കും. എങ്ങോട്ട്? ഇതൊക്കെ ഏതാ ഫയല്? എന്നോട് തന്നെ ചോദിക്കണം. അതെ, കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണം. നോക്കട്ടെ, ഞാൻ ചെയ്തരാം. അന്നെ ഇതും കൂടെ ചെയ്തോ. മോളെ എടുത്തു പോ. സുഖമായിട്ട് ഒരു പണിയില്ലാതെ അവിടെ ഇരിക്കായിരുന്നു. എടി, ഇതൊന്നും ഇപ്പൊ തീരുന്ന് എനിക്ക് തോന്നണില്ലടി. ഉള്ള തലവേദന പോരാഞ്ഞിട്ട് ഈ ബാക്കി തലവേദന കൂടെ തലവെച്ച് കിട്ടിയേക്കുന്നേ. എന്താ ഇത്? ഇതാരാന്ന് മനസ്സിലായി? ഇതാണ് ലൂസി. ഞാനൊരു പുതിയ ആളിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കഥാപാത്രമാണ് ഈ കഥാപാത്രം. ഹായ് ലൂസി, നിങ്ങളെ പറ്റി ആന്റി ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ, ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? ഇത് നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ തീരുമാനങ്ങൾ. ഞങ്ങളിവിടെ ശമ്പളം വാങ്ങി ജീവിക്കുന്ന 2 ജന്മങ്ങൾ മാത്രം അല്ലേ രേഷു? അപ്പൊ എല്ലാത്തിനെയും പറ്റി വ്യക്തമായ ധാരണയുണ്ട്. അല്ല, അത് നല്ലതാണ്. അതാകുമ്പോ നമ്മളൊക്കെ ആരാണ്, നമുക്കൊക്കെ എവിടം വരെ പോകാൻ പെർമിഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്ന എപ്പോഴും നല്ല കാര്യമാണ്. ആ, നിങ്ങളവിടെ പോകാൻ നിൽക്കുവാണെന്നാണല്ലോ ഞാൻ കരുതിയത്. എന്തേ പോകാത്തത്? ഇപ്പൊ ലൂസി ഇവിടെ വന്ന സ്ഥിതിക്ക് അവന്മാരുടെ പോക്കൊക്കെ കഷ്ടത്തിലാവും. നിങ്ങക്ക് പോകാനുള്ളിടത്തൊക്കെ പോയിട്ട് പതുക്കെ വന്നാ മതി. ഞാൻ എന്തായാലും ഇവിടെ കാണും കുറച്ച് ദിവസം. എന്തോ അമേരിക്കയിൽ എന്തോ ആയിരുന്നല്ലേ? എന്തുകൊണ്ട് കെട്ടിയെടുത്ത്? വിളിക്കേണ്ടവരൊക്കെ വിളിച്ചാ പറന്നു വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാ ഇനി ഇവിടെ നിന്നൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കയറി പോകാൻ നോക്കൂ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാനല്ലേ അവളെ ഇവിടെ വിളിച്ചു വരുത്തിയേ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അവൾ എപ്പോ പോണോന്നൊക്കെ ഞാൻ നോക്കിക്കോളാം.
വാ മോളെ നമുക്ക് പോവാം. കുറച്ച് ദിവസം ഓടിവിട്ട് കാണുമെന്ന്. എടാ നീ ഒന്ന് അടങ്ങടാ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാടാ. പിന്നെ ലൂസിയെ പിടിച്ചിങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിലേ അത് എനിക്കിട്ട് പണിയാനാണ്. ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തൊരു കഷ്ടമാണ്. ആരേലും ഞാനും അവനും പന്റെ കുടുംബ വീട് വിട്ടിറങ്ങി ഇവിടെ വന്ന് ഈ ബിസിനസ് തുടങ്ങാൻ കാരണമായവളാണ് ആ ലൂസി. അവളുണ്ടല്ലോ, അവളും അവനും തമ്മിലുള്ള കല്യാണം ഒപ്പിച്ചു വെച്ചാണ്. എന്നിട്ട് കല്യാണം എടുക്കാറായപ്പം അവന്റെ കയ്യിൽ അവനായിട്ടുണ്ടാക്കിയ സ്വത്തൊന്നുമില്ല, ഇതെല്ലാം അവന്റെ അപ്പൻ ഉണ്ടാക്കിയ സ്വത്താണെന്ന് പറഞ്ഞ് ഇവള് കല്യാണത്തിൽ നിന്ന് പിന്മാറി. എന്നിട്ട് ഇവിടെ ഏതോ അമേരിക്കയിലോ ഏതോ അടുപ്പിന്റെ ഇടയിലോ ഒക്കെ പോയി, നമുക്കറിഞ്ഞൂടാ. അവന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി, അവൻ നാട്ടിൽ നിന്ന് ചാടി. അവന്റെ കൂടെ ഞാനും ചാടി. ആ ലൂസിയാണ് ഇപ്പൊ ഇവിടുന്ന് കുണുങ്ങി പോയ ലൂച്ചി. അപ്പൊ ഈ ലൂസിക്കാട് ഇറക്കിയതിന്റെ പിന്നില് മേരി മാഡത്തിനെ നിങ്ങൾ ഇമോഷണലി ട്രാപ്പ് ചെയ്യാം എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലേ? അതിനുള്ള പദ്ധതികളൊക്കെ മേരി മേഡം എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു പദ്ധതി അവരിട്ടിട്ടും കാര്യമില്ല. അതെല്ലാം ഞാൻ പൊളിച്ചിരിക്കും. ഇനി നടക്കപ്പോവത് യുദ്ധം, സാവപ്പോവത് മേരി, കൊല്ലപ്പോവത് ടോമി, പാർക്കപ്പോവത് അലൂച്ചി. എടി, ഈ യുദ്ധഭൂമിയിലൊക്കെ നിരപരാധികളായ ആൾക്കാർ ചത്തുപോകാറില്ലേ? ഈ യുദ്ധഭൂമിയിൽ ചത്തുപോകാൻ പോകുന്ന നിരപരാധികളായ ആൾക്കാർ നമ്മളാന്നാ തോന്നുന്നു. നമ്മളായിരിക്കോ? അയ്യോ, നമ്മുടെ അവസ്ഥ എന്തോ എനിക്കറിയില്ല. പണിയെടുക്കാം.